ഇവിടെ ഒരു അമ്പൽക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പസിനുള്ളില്ല ഇതൊക്കെ. റാമ്പല് പിരിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഇപ്പം നമുക്ക് കോളേജിനകത്തൊരു കുളം വരെ ഉണ്ട് ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്യാമ്പസ് ടൂറാണ്. നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ക്യാമ്പസായ കുട്ടനാട് ക്യാമ്പസിൻ്റെ ഒരു ക്യാമ്പസ് ടൂറാണ് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത്. അതുമാത്രമല്ല, ഇത് ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം കോളേജാണ്. പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ഔട്ടായിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ക്യാമ്പസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തൊട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അപ്പം ഫുൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം വെക്കേഷൻ ടൈമാണ്, എല്ലാവർക്കും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ കോളേജിലൊന്നും ആരുമില്ല. അപ്പോൾ ഇപ്പം ഞാനെന്നാൽ ഒരു ക്യാമ്പസ് ടൂർ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ക്യാമ്പസ് വരുന്നത് കുട്ടനാട്ടിലെ പുളുങ്ങെന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ ക്യാമ്പസിൻ്റെ എൻട്രൻസ്. ഇതാണ് മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റ് എന്ന് പറയാനായിട്ട് ഒരു ഗേറ്റേ ഉള്ളൂ, കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. ഇതാണ് അപ്പം കോളേജിൻ്റെ എൻട്രൻസ്. നമുക്ക് നേരെ ക്യാമ്പസിനൊക്കെ അകത്തേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ മെയിൻ ബിൽഡിംഗ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിങ്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുക. പക്ക ക്ലാസ് അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കും. അപ്പോൾ നമുക്ക് നേരെ മെയിൻ ബിൽഡിങ്ങിലേക്കും ബാക്കിയുള്ള മൊത്തത്തിലൊരു വ്യൂവും കൂടെ ഒക്കെ കാണിച്ചു തരാം. വോളിബോൾ കോർട്ടാണ് നേരെ കാണുന്നത്, വോളിബോൾ കോർട്ടിലേക്കാണ്. അപ്പം ഇപ്പം മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പുല്ലൊക്കെ പിടിച്ചിരിക്കുക. അപ്പം ഇത് കഴിയുമ്പോൾ ഇപ്പോൾ കളിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ പക്കയാവും. അപ്പോൾ നമുക്ക് നേരെ ഇതാണ് സ്റ്റുഡൻസിൻ്റെ 2 വീലർ പാർക്കിംഗ്, അതായത് ബൈക്ക് ഷെഡ് സ്റ്റുഡൻസിൻ്റെ ഇവിടെയാണ്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയാണ് MCA സ്റ്റാഫ് റൂം, MCA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫ് റൂമും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ MCA ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ്സും ഇവിടെയാണ് വരുന്നത്. നോർമലി MCA ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് അവിടെ ആയിരുന്നു, പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയത്തില്ല. ഇത്തവണ MCA ഫസ്റ്റ് ഇയേഴ്സ് ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്ത് ഇവിടെ ആയിരുന്നു നിന്നത്. അപ്പം ഇതാണ് നമ്മുടെ കഴിഞ്ഞ ഈ വർഷത്തെ ആർട്സിൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ, സത്രയുടെ ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ MCAയുടെ ഫാക്കൽറ്റി റൂം. അപ്പം ഞങ്ങളുടെ മിസ്സുമാരുടെയൊക്കെ നെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് MCA. ഇവിടുന്ന് നേരെയുള്ള നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൻ്റെ വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ അവിടെയാണ് MCA സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ വരുന്നത്. അവിടെ ഒരു ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മെയിൻ ബിൽഡിങ്ങിലേക്ക് ഒന്ന് ജസ്റ്റ് കയറിയിട്ട് നമ്മൾ ഫ്ലോറ് വരുന്ന 4 നിലയിലായിട്ടാണ് മെയിൻ ബിൽഡിങ് വരുന്നത്. അപ്പം ഞാൻ അകത്തേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് വരുന്നത്. നേരെ കയറുമ്പോഴത്തേക്ക് ഒരു അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതിനകത്ത് മീനും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് മീനും കാര്യങ്ങളൊന്നുമില്ല. നേരെ കയറി വരുന്നത് നമ്മുടെ ലിഫ്റ്റാണ്. 4 ഫ്ലോർ ആയിട്ടുണ്ട്. 4 ഫ്ലോറിൻ്റെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോറിഡോറാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ATM മെഷീനുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റെയർസ് ഉള്ളത്. പിന്നെ അങ്ങോട്ട് പല വിവിധ ബ്രാഞ്ചിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഇവിടെ വരുന്നത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസാണ്. അതുമാത്രമല്ല MCAയുടെ HODയും പ്രിൻസിപ്പൾ തന്നെയാണ്. പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും കാര്യങ്ങളും, പിന്നെ അപ്പുറത്തെ എക്സാം സെല്ലും ഒക്കെയാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. പിന്നെ ഇവിടെ നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബോർഡിൽ. പിന്നെ ട്രെയിനിങ് ആക്ടിവിറ്റീസും അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇത് 2023 വരെയുള്ള പിള്ളേരുടെ എല്ലാ പ്ലേസ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. പിന്നെ ഇതാണ് എക്സാം സെല്ല് ഓഫീസ്. പിന്നെ ഇത് കോൺഫറൻസ് റൂം. അപ്പോൾ നമുക്ക് നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏത് ഫ്ലോറിൽ പോകണം? ഫസ്റ്റ് ഫ്ലോറിൽ പോകും.
ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. മെജോറിറ്റി ക്ലാസ്സും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ്സുകളാണ് ഇവിടെ വരുന്നത്. ഫ്ലോറിൽ അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ HODയുടെ റൂമാണ് ഇത് വരുന്നത്, 103. ഗൈസ് അങ്ങനെ നമ്മൾ 4th ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. 4th ഫ്ലോറിലാണ് നമ്മുടെ സെമിനാർ ഹാളും വരുന്നത്. പിന്നെ ഞങ്ങൾ MCA ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇവിടെയായിരുന്നു നമ്മുടെ CS ലാബ് വരുന്നത്. ലാബ് ഇവിടെയായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് അവിടെ കാര്യങ്ങളുണ്ട്, താഴെയുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റി റൂമും കാര്യങ്ങളും ക്ലാസ്സസും ഒക്കെയാണ് 4th ഫ്ലോറിൽ വരുന്നത്. ഗൈസ് ഇത് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്, 4th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളിയല്ലേ? ഇത് നമ്മുടെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇത് ഇപ്പൊ ഫുൾ പുല്ല് പിടിച്ച് കിടക്കുക. എല്ലാം വെക്കേഷൻ കഴിയുമ്പോൾ എല്ലാം റെഡി ആവും, അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഗൈസ് ഇനി നമുക്ക് നേരെ MCA ഡിവിഷനിലേക്ക് പോകാം. അപ്പം MCA ഡിവിഷൻ്റെ അടുത്തായിട്ടാണ് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അവിടെയാണ് നമ്മുടെ ക്യാൻറ്റീൻ വരുന്നത്. ഇവിടെ നല്ല നടുക്കായിട്ടൊരു കുളമുണ്ട്. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു കുളമുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്നൊരു പിടുത്തമില്ല. അപ്പം ഇവിടെയാണ് നമ്മുടെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് MCA ഡിവിഷൻ്റെ അടുത്തായിട്ടാണ് ഈ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരെ ഇതാണ് ലൈബ്രറി. ഗായ്സ് അങ്ങനെ ഞാൻ 2 കൊല്ലം പഠിച്ച എൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇതാണ് MCA ഡിപ്പാർട്ട്മെൻറ്റ്, MCA ഡിവിഷൻ. ഇതാണ് ഞങ്ങളുടെ ലാബും വരുന്നത്, കമ്പ്യൂട്ടർ ലാബ്. തൊട്ടടുത്ത് തന്നെ, ജസ്റ്റ് ഒരു ഡോറ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ലാബും കാര്യങ്ങളും എത്തും. ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, കാണിച്ചാൽ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ നേരത്തെ കാണിച്ച കുളം. ഇതാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വ്യൂ. ആ കുളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ തൊട്ടടുത്താണ് ഈ ക്യാൻറ്റീൻ വരുന്നത്. ക്യാൻറ്റീൻ ഇപ്പോൾ പൂട്ടിക്കിടക്കുക, ആരും ഇല്ലല്ലോ. ഇതാണ് ക്യാൻറ്റീൻ. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോകാം. ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ജിമ്മ് കാണിച്ചു തരാം. അതും ഇപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും. ഇത് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ഇയർ BTECിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത്തവണ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒരു അമ്പൽക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പസിനുള്ളിലാണ് ഇതൊക്കെ. ആമ്പല് പിരിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഇപ്പം എല്ലാം ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജിമ്മ് വരുന്നത്. ഇതാണ് ജിമ്മിൻ്റെ ബിൽഡിങ്. ഗൈസ് അവിടെ ഇത് ജിമ്മിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജിമ്മ്. അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ക്യാമ്പസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വെക്കേഷൻ ആയതുകൊണ്ട് ഇത് ഫുൾ ക്ലോസ്ഡ് ആണ്. ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാം അടിപൊളിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.